ഹലോ നമസ്കാരം, സിംപിൾസിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾക്ക് ഇപ്പം മഴയൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും എല്ലാവർക്കും വണ്ടിയൊക്കെ ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമാണല്ലേ. എനിക്കും അതെ, ഞാൻ മഴയത്ത് അങ്ങനെ വണ്ടി ഓടിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു ചെറിയ പൊടി മഴയായിരുന്ന സമയത്ത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ചെറുതായിട്ട് പൊടി മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഇങ്ങോട്ട് വരണം, വലിയ മഴയ്ക്ക് മുമ്പേ വരണം. ഞങ്ങളുടെ കോട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ മഴ തോന്നി നിൽക്കുന്ന ആ ഒരു സമയത്ത് ഞങ്ങൾ വേഗം നിന്ന് പോരുമായിരുന്നു. അപ്പോൾ അന്നേരം വീഡിയോ എടുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. കാരണം ഇനി വലിയ മഴയൊക്കെ വന്നാൽ ബുദ്ധിമുട്ടാവില്ലെന്ന് ഓർത്ത് ഞങ്ങളിങ്ങ് പോന്നു. അന്നേരം വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പം മഴ വരുന്ന സമയത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയാണ്, എല്ലാ ദിവസവും മഴയായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും വണ്ടി ഓടിക്കാതിരിക്കാനൊന്നും പറ്റുന്ന കാര്യമൊന്നുമല്ല. നമുക്ക് അത്യാവശ്യങ്ങൾക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകേണ്ടിയൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് അറിയാവുന്ന കുറേ പേരുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്നെപ്പോലെയുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ മഴയത്ത് ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല. എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെന്ന് എനിക്കറിയത്തില്ല, എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാനത് ഏട്ടനോട് ചോദിച്ചിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ അല്ലാതെ കേട്ടിട്ടുള്ള അറിവുകളും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം കിലോമീറ്റർ ഒന്നും ഒത്തിരി ദൂരം ഓടിക്കുന്ന വണ്ടിയൊന്നും ആയിരിക്കത്തില്ല. എപ്പോഴെങ്കിലും കുറച്ച് ദൂരമൊക്കെ ഓടിക്കുന്ന വണ്ടിയൊക്കെ ആയിരിക്കും. ഒരുപാടൊന്നും ഓടിയിട്ടുണ്ടാവുന്ന വണ്ടികളൊന്നും ആയിരിക്കില്ലായിരിക്കും. എങ്കിൽ തന്നെയും അത് ഇരുന്നിട്ട് തുരുമ്പിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും നാൾ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല വണ്ടിക്കകത്ത്. അപ്പം ഈ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കഴുകുമ്പോൾ ഉള്ള വെള്ളമൊക്കെ തന്നെയല്ലേ തെറിക്കുന്നുള്ളൂ. അപ്പോൾ അന്നേരം നമ്മളത് തുടച്ച് മാറ്റുന്നുണ്ടെങ്കിലും അവിടെ എവിടെയെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടാവും. പഴയ വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. തുരുമ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ തുരുമ്പൊക്കെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ അത് ഒരു സാൻഡ് പേപ്പറൊക്കെ ഇട്ടിട്ട് ഉരച്ച് അത് ക്ലിയർ ആക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ പെയിൻ്റൊക്കെ കിട്ടും. അപ്പോൾ ആ പെയിൻ്റൊക്കെ മേടിച്ചിട്ട് നമുക്ക് തന്നെ അടിക്കാവുന്നതേ ഉള്ളൂ. എവിടെയെങ്കിലൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ വണ്ടിയുടെ കളർ അനുസരിച്ച് ഏത് പെയിൻ്റാണോ നമുക്ക് വേണ്ടത്, അവിടുത്തെ ബ്ലാക്ക് ആയിരിക്കുമല്ലോ, ആ ഒരു രീതിയിലുള്ള പെയിൻറ്റ് മേടിച്ചിട്ട് നമുക്ക് തന്നെ അടിക്കാവുന്നേ ഉള്ളൂ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് ആ ചേട്ടനെ കൊണ്ട് ഫുള്ള് ഒന്ന് നോക്കിച്ചിട്ട് എവിടെയെങ്കിലും തുരുമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. അതുപോലെ തന്നെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുക. ഓയിൽ ചേഞ്ച് നമ്മൾ മഴയൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ കുറേ നാളായി നമ്മൾ ചെയ്തിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് ചെയ്യുക. പിന്നെ ഫിൽറ്റർ ക്ലീനിങ് ചെയ്യുക. അതുപോലെ തന്നെ ഹോണിൻ്റെയൊക്കെ വയറുണ്ടല്ലോ, ഹോൺ അടിക്കുന്നതിൻ്റെ വയറൊക്കെ എവിടെയെങ്കിലും വിട്ട് കിടപ്പുണ്ടെങ്കിൽ, ഇപ്പം പകലും വലിയ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ നമ്മൾക്ക് ഓടിച്ചു പോയിട്ടുണ്ടാവുമായിരിക്കും. ആ സമയത്ത് ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ല. ഹോണൊക്കെ നിർബന്ധമാണ്, അതുപോലെ ഇൻഡിക്കേറ്റർ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഹോണിൻ്റെ വയറും ലൈറ്റുകൾ എവിടെയെങ്കിലും കത്താത്തതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ അധികം ഈ പറഞ്ഞാൽ ഓടിക്കാത്ത വണ്ടിയായിരിക്കും, ഒരുപാട് നാളൊന്നുമായിട്ട് ഓടിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു 3-3.5 വർഷത്തിനുള്ളിൽ ഉറപ്പായിട്ട് നമ്മൾ ആ ടയർ മാറ്റിയിരിക്കണം എന്നാണ് പറയുന്നത്. എത്ര ഓടിക്കാതെ ടയർ തേയാത്ത വണ്ടിയാണെങ്കിൽ പോലും ഇരുന്ന് പഴകിയിട്ട് അതൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകും. നമ്മൾ റോട്ടിലിട്ട് ഓടിച്ച് മഴയൊക്കെ തുടങ്ങുമ്പോഴത്തേക്ക് അതൊക്കെ പൊടിഞ്ഞ് നമുക്ക് പിന്നെ ഇങ്ങനെ മൊട്ടയായി പോകും ടയർ പെട്ടെന്ന്. അപ്പോൾ അന്നേരം നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് വണ്ടി ബ്രേക്ക് പിടിച്ചാൽ നിൽക്കണമെന്നില്ല, ടയർ തെന്നി പോകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മറിഞ്ഞ് വീഴാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടയർ കണ്ടീഷനാണോ നോക്കണം. അതുപോലെ തന്നെ ടയർ ഈ മൊട്ടയായിട്ടുള്ള ടയറാണെങ്കിൽ അത് ഉറപ്പായിട്ട് മാറ്റിയിരിക്കണം കേട്ടോ. അത് പിന്നെ നമ്മൾ ടയർ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല ടയർ നോക്കി ഇടാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് നമ്മൾ നല്ല ടയർ തന്നെ ഉപയോഗിക്കണം. അല്ലാത്തവരാണെങ്കിൽ ഇപ്പം പൈസ ഇല്ല, ഇപ്പോൾ ചെറിയ അല്ലാത്ത കട്ട ടയർ, നമ്മൾ ഈ കട്ടയൊക്കെ ഒട്ടിച്ചിട്ട് കിട്ടുന്ന ടയറുകളുണ്ട്. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ വില കുറവാണ്. ഇപ്പം നല്ല ടയറിന് ചിലപ്പോൾ ഒരു 1500 രൂപ അല്ലെ 2000 രൂപ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം ഒന്ന് ഓടിക്കാം എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഒരു 700 രൂപ 500 രൂപയ്ക്കുള്ളിൽ നമുക്ക് പഴയ ടയറുകൾ കിട്ടും. അതായത് ഈ കട്ട ഇങ്ങനെ വെട്ടി ഒട്ടിച്ചിട്ടുള്ള ടയർ കിട്ടും. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര പ്രാക്ടീസായ ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതൊക്കെ അങ്ങനത്തെ ടയർ ഉപയോഗിക്കുന്നതുകൊണ്ട്. കാരണം അവർക്ക് അത് മനസ്സിലാവും, ഇന്ന ടയറാണ് കിടക്കുന്നത്, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അവർക്കറിയാം. പക്ഷേ ഈ നമ്മളെപ്പോലെയുള്ള പുതിയ ആൾക്കാർക്ക് അതെങ്ങനെ ചിലപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ അത് നിൽക്കണം എന്നില്ല. ടയറൊക്കെ തെന്നി പോകാനോ അല്ലെങ്കിൽ കട്ട പെട്ടെന്ന് അതിൻ്റെ ഇതെല്ലാം പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും നല്ല ടയർ തന്നെ മേടിച്ച് നമ്മുടെ വണ്ടിക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നല്ല ഗ്രിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ തെന്നലും ചെളിയും അങ്ങനെയുള്ള റോഡിലൂടെയൊക്കെ ആയിരിക്കും നമ്മളിനി ഓടിക്കേണ്ടി വരിക. എല്ലായിടത്തും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അന്നേരം സമയത്ത് നമുക്ക് സ്ലിപ്പായി പോകാനൊക്കെ സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ടയർ നോക്കിയിട്ട് തന്നെ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അതുപോലെ തന്നെ ടയറിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്താണെന്നറിയോ, ഈ ട്യൂബ്ലെസ് ടയർ ആണെങ്കിൽ പഞ്ചറായാൽ പെട്ടെന്ന് ഒരു ആണിക്ക് എന്തെങ്കിലും കയറി ഇരുന്നാലേ അതങ്ങനെ ഇരിക്കും, കുറച്ച് നാളും കൂടെ നമുക്ക് ഓടിക്കാൻ പറ്റും. പെട്ടെന്ന് ടയറിൽ നമ്മൾ ആ പഞ്ചർ ഒട്ടിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല അല്ലേ. അന്നേരം നമ്മൾ വിചാരിക്കുക ഇനി പിന്നെ ആട്ടെ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇനി അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ ഈ മഴ സമയത്തൊക്കെ നമുക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നമുക്ക് ആ സമയത്ത് പോയി മാറാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് പഞ്ചറായി പോയാലൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, നമുക്ക് ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. മഴയത്ത് ഇവിടുന്ന് ഇപ്പോൾ ചിലപ്പം വർക്ക്ഷോപ്പ് വരെ പെരും മഴ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനൊക്കെ മുമ്പായിട്ട് ആ പഞ്ചറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് റെഡിയാക്കി വെക്കുക. ഇനി പഞ്ചറായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ സെൻട്രൽ സ്റ്റാൻഡിൻ്റെ വണ്ടി വെച്ചിട്ട് ഈ ടയർ ഒന്ന് ഫുള്ളിങ്ങനെ കറക്കി നോക്കുമ്പോൾ ഇതിൻ്റെ അടിവശത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ആണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പിയോ അങ്ങനെ എന്തെങ്കിലും കഷ്ണങ്ങൾ ഇങ്ങനെ കയറി ഇരിപ്പുണ്ടാവും. അന്നേരം നമുക്കത് വണ്ടി ഓടിക്കാൻ പറ്റും. ട്യൂബ്ലെസ് ടയർ ആണെങ്കിൽ കേട്ടോ ആ വണ്ടി ഓടിക്കാൻ പറ്റും. പക്ഷേ അത് മാറ്റി അവിടെ അങ്ങനെ എങ്ങനെയും ഉണ്ടോ നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ആ ചേട്ടനോട് പറയാം. ഇനി അഥവാ നമുക്കത് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, കാറ്റ് കുറവുണ്ട്, ഏത് നേരവും കാറ്റടിച്ചിട്ട് വണ്ടിക്കകത്ത് നിൽക്കുന്നില്ല, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കാറ്റടിച്ചുള്ളൂ പക്ഷേ എന്നിട്ടും ടയറിന് കാറ്റില്ലാത്ത മാതിരി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പഞ്ചറൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും കാറ്റ് നിൽക്കാത്തത്. അപ്പോൾ അത് നമ്മൾ ആ ചേട്ടനെ കൊണ്ട് ചെക്ക് ചെയ്യിക്കുക. ചേട്ടാ എവിടെയെങ്കിലും പഞ്ചറുണ്ടോ എന്നൊന്ന് നോക്കാവോ എന്നാൽ നമുക്കൊരു സമാധാനമാണല്ലോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ, അങ്ങനെ ചെക്ക് ചെയ്തതാണ്, പ്രശ്നമില്ല, ഓക്കെ ആണെന്ന് നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ഓയിൽ ഇടേണ്ട സ്ഥലങ്ങളുണ്ടാവും. അതായത് ഇപ്പം ബ്രേക്ക് പിടിക്കുന്നതോടെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ടുണ്ടാവും. പിന്നെ സ്റ്റാൻഡിൻ്റെ ഭാഗമൊക്കെ സ്റ്റാൻഡൊക്കെ തട്ടുമ്പോൾ ഭയങ്കര കട്ടിയായിട്ടിരിക്കുമല്ലേ, അവിടെ അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓയിൽ ഇടേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അങ്ങനെ ഓയിൽ ഇടേണ്ട, ഗ്രീസ് വെക്കേണ്ട സ്ഥലത്താണ് ഗ്രീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയില്ല ഒരാളാണ് അതെങ്ങനെയാണ്, ഏത് ഓയിലാണ്, എവിടെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടേ കൊടുത്താൽ മതി. എന്നിട്ട് ചേട്ടനോട് പറയാം, ചേട്ടാ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്യുക, ഇന്നൊക്കെയാണ് കാര്യം, ഇനി മഴയൊക്കെ അല്ലേ, അപ്പോൾ മൊത്തത്തിൽ എന്തെങ്കിലും ഓയിൽ ഇടേണ്ട, എവിടെയെങ്കിലും ടൈറ്റോ അങ്ങനെ എനിക്ക് ഈ സ്റ്റാൻഡ് തട്ടുന്നതിന് ടൈറ്റ് ഉണ്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ ചേട്ടന് മൊത്തത്തിൽ എല്ലായിടും ഒന്ന് നോക്കി നമ്മൾ ഓയിൽ ഇടേണ്ട ഭാഗത്ത് ഓയിലിട്ട്, ഗ്രീസ് ഇടേണ്ട ഭാഗത്ത് ഗ്രീസ് ഇട്ട് അതൊക്കെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക് കേബിള്, ബ്രേക്ക് കട്ട തേഞ്ഞു പോവാൻ പഴയ വണ്ടിക്കാണ് അത് ഏറ്റവും കൂടുതൽ കേട്ടോ. പുതിയ വണ്ടിക്കൊന്നും വലിയ പ്രശ്നം ഇപ്പം വരത്തില്ല. ഇപ്പോഴത്തെ പുതിയ വണ്ടിക്ക്, പഴയ ഇരുന്നുള്ള പഴയ വണ്ടികൾക്കാണെങ്കിൽ അതിൻ്റെ ബ്രേക്ക് കട്ട ഓക്കെ ആണോ, അത് തേഞ്ഞ് തീരാറായതാണോ, അത് പൊട്ടിപ്പോറായതാണോ, അതുപോലെ ആക്സിലേറ്റർ കേബിൾ ഓക്കെ ആണോ, അത് പഴയതാണോ, ആണെങ്കിൽ അത് മാറ്റണം. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കട്ട തേഞ്ഞ് തീരാനാണ് ബ്രേക്ക് പാഡെന്ന് അതിനെ പറയുന്നത്, ബ്രേക്ക് ലൈനർ. അങ്ങനെ ആ ഒരു സാധനം അത് ഓക്കെ അല്ല, പഴയതാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററൊക്കെ ഉറപ്പായിട്ടും കത്തേണ്ട സാധനമാണ്. ഇൻഡിക്കേറ്റർ ഇട്ടിട്ടാണ് നമ്മൾ എന്തൊക്കെ, ഇനി മഴ സമയത്ത് നമ്മൾ കൈയൊക്കെ കാണിച്ചാലൊന്നും ആരും കാണണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ലൈറ്റ് വെച്ചിട്ട് ഹോൺ അടിക്കുന്ന സൗണ്ടൊക്കെ വെച്ചിട്ടാണ് എല്ലാവരും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിക്കേറ്റർ മസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത്രയും നാളൊന്നും ഇൻഡിക്കേറ്റർ ഇടാതെ ഇവിടുന്ന് അവിടെ വരെയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇനി അത് പറ്റത്തില്ല. ഉറപ്പായിട്ടും ഇൻഡിക്കേറ്റർ ഇടണം. കാരണം പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ നമ്മൾ ചിലപ്പം പെട്ടെന്ന് അടുത്ത് വരുമ്പോഴായിരിക്കും അറിയുക. ഈ ലൈറ്റൊക്കെ ഉണ്ടെങ്കിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലൈറ്റ് നമ്മൾ കാണുമ്പോൾ ശ്രദ്ധിക്കും, വണ്ടി വരുന്നുണ്ട്, അല്ലെ എന്തോ ഉണ്ട്, അവിടെ എന്തോ ആണോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് മിറർ, 2 മിററും നല്ല വൃത്തിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മിറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, നമ്മൾ വെള്ളം തൂത്ത് തുടച്ചാൽ തന്നെ ഒരു ക്ലീൻ ആവാതെ ഒരു മൂടൽ പോലെ കാണും. അപ്പം ഇത്രയും നാൾ നമുക്കത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് മഴവെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തൂടെ ഈ ലൈറ്റ് മങ്ങിയായിരിക്കും കാണുന്നത്. അല്ലെങ്കിൽ പുറകിൽ നിന്ന് വരുന്ന വണ്ടി ക്ലിയർ ആവണമെന്നില്ല കാണാനോ, അല്ലെ സൈഡ് കാണാനോ, ആൾ വരുന്നത് കാണാനോ ഒന്നും ക്ലിയർ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്തുള്ളൊരു ഡിഷ് വാഷ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ വണ്ടി കഴുകുന്ന അതിൻ്റെ ഇതുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡിഷ് വാഷ് എടുത്തിട്ട് കുറച്ചെടുത്തിട്ട് ഒന്ന് ആ മിറർ നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി തുടച്ച് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് വെള്ളം വീണാൽ, ഇപ്പം മഴവെള്ളം വന്ന് വീഴുന്ന സമയത്ത് അതിങ്ങനെ തെറിച്ചു പോകും. ചേമ്പിൻ്റെ ഇലയിലൊക്കെ വന്നിങ്ങനെ വെള്ളം വീഴുമ്പം തെറിച്ചു പോകത്തില്ലേ, അതുപോലെ തെറിച്ചു പോകും. അതൊരു 2-3 ദിവസം, 2 ദിവസത്തേക്കൊക്കെ അങ്ങനെ കിട്ടും കേട്ടോ. ഡിഷ് വാഷ് ഇട്ടിട്ട് കഴിയിട്ട് നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും കഴുകണം. കുറേ നാളത്തേക്ക് കിട്ടുമെന്നില്ല. അപ്പോൾ ഇന്ന് കഴുകിയെന്നോർത്ത് ഇനി നമ്മൾ പിന്നെ എന്നേലും അല്ലെ മഴ ഇരുന്നോടം വരെ കഴുകണ്ടെന്നല്ല,
ഇന്ന് കഴിയുക 2-3 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും ഒന്നുകൂടെ കഴുകേണ്ടി വരും. മങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അന്നേരം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ക്ലിയർ ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ് നല്ല പക്കയായിരിക്കണം. ഹെൽമെറ്റിൻ്റെ ചില്ലൊക്കെ ഈ ബ്ലറായിരിക്കും. എൻ്റെ ഹെൽമെറ്റിനാണെങ്കിൽ ഒരു മോഡലുണ്ട്. അപ്പം ഞാനതുകൊണ്ട് ഹെൽമെറ്റ് പൊക്കി വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വണ്ടി ഓടിക്കുന്നത്. ഇപ്പം വെയിലൊക്കെ വരുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല, പൊക്കി വെക്കാൻ പറ്റില്ല. മഴ പെയ്യുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിലേക്കൊക്കെ വെള്ളം ഇങ്ങനെ തെറിക്കുമല്ലോ. അപ്പോൾ തെറിക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ ഇന്ന് ഞാൻ വന്ന സമയത്ത് ചെറിയ ചാറ്റൽ മഴയുള്ളൂ. പക്ഷേ ഞാൻ ഇത് ചില്ല് പൊക്കി വെച്ചേക്കുമായിരുന്നേ. അന്നേരം കണ്ണിലേക്കാണ് വെള്ളം വന്ന് വീഴുന്നത്. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത്, ഇതിങ്ങനെ സ്പീഡിന് പോകുന്ന സമയത്ത് ഇതിങ്ങനെ തെറിച്ച് നമ്മുടെ കണ്ണിലേക്കാണ് വന്ന് വീഴുന്നത്. അപ്പോൾ അന്നേരം നമുക്ക് കണ്ണ് കാണാൻ പറ്റൂല കേട്ടോ. നമുക്ക് മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യും. ഭയങ്കര ബുദ്ധിമുട്ടാണത്. ഇന്ന് എനിക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെൽമെറ്റിൻ്റെ ചില്ല് എന്ത് ചെയ്യണം, ഇതുപോലെ തന്നെ ഡിഷ് വാഷൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കഴുകി, അതിനകത്ത് വെള്ളം കയറാത്ത രീതിയിൽ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നല്ല ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അകവും പുറവും കഴുകണം കേട്ടോ ഹെൽമെറ്റിൻ്റെ ചില്ല്. ഇനി അഥവാ പഴയ ചില്ലാണ്, എത്ര കഴിയാലും ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചില്ലൊന്ന് മാറ്റിയിരുന്നാൽ മതി. ചില്ല് മാറ്റാൻ അധികം എമൗണ്ടും കാര്യങ്ങളൊന്നും ആവുന്നതല്ല. ഒരു 100-150 രൂപയ്ക്കുള്ളിൽ നമുക്ക് ആ ചില്ല് മാറ്റി കിട്ടുന്നതാണ്. അപ്പോൾ അന്നേരം നല്ല ക്ലിയർ ആയിട്ടുള്ള, നല്ല വിസിബിലിറ്റി ആയിട്ടുള്ള, നമ്മളെ പുറമേ നിന്ന് നമുക്ക് നന്നായിട്ട് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില്ല് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ഇടുമ്പം നമ്മളെ കാണിക്കുമല്ലോ ഏതാ ഇടേണ്ടത്. അപ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല ക്ലിയർ ആയിട്ടുള്ളത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പം വെയിലൊന്നും ഇല്ലല്ലോ, അപ്പോൾ ആ രീതിയിൽ ഇടുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ കോട്ട് എന്തായാലും കരുതണം. ഇനി നമ്മുടെ കൂടെയുള്ള ആൾക്കും നമുക്കും എപ്പോഴും നമ്മുടെ ഡിക്കിയിൽ ഒരു കോട്ട് കരുതിയിരിക്കണം. അപ്പോൾ മഴയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടൊക്കെ എടുത്ത് ഡിക്കിയിലൊക്കെ ആക്കി നന്നായി എടുത്ത് വൃത്തിയാക്കി വെക്കുക. അതുപോലെ കോട്ടൊക്കെ എന്താണെന്നറിയോ, മഴ പെയ്ത് ഇപ്പം ഒന്ന് തോന്നുന്നു, അപ്പം മഴയത്ത് നമ്മൾ കോട്ടിട്ട് നനഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അത് അതേപോലെ എടുത്ത് ഡിക്കിയിലേക്ക് എടുത്ത് വെക്കരുത്. അതിന് വേണ്ടിയിട്ട് ഒരു കവറ് നമ്മൾ എടുത്ത് വെക്കുക. ഒന്നെങ്കിൽ കോട്ടിൻ്റേതായ കവറ് കാണുമല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളല്ലാത്തൊരു പ്ലാസ്റ്റിക് കവറ് നമ്മളെടുത്ത് എപ്പോഴും കരുതി വെക്കുക. കരുതി വെച്ചിട്ട് ഈ കോട്ട് മടക്കിയിട്ട് അതിനകത്തിട്ടിട്ട്, ഇനിയിപ്പോൾ ഒരു കുടയാണെങ്കിലും നമുക്ക് അത്യാവശ്യം ഇപ്പം എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു കുട വേണമെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു കുട നമ്മൾ കയ്യിൽ വെച്ചു. അങ്ങനെയാണെങ്കിൽ ആ കുടയാണെങ്കിലും അതേപോലെ എടുത്ത് ഡിക്കിയിലേക്ക് ഇട്ടാൽ അവിടെ ഇവിടെയെല്ലാം വെള്ളം കിടന്ന് അവിടെ ഇങ്ങനെ തുരുമ്പിച്ച് ആ ഡിക്കിയുടെ അവിടെയെല്ലാം ഈ ആണിയെല്ലാം തുരുമ്പിച്ച് അത് പന്നലായി പോകും. അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് നമ്മളൊരു കവറിനകത്താക്കിയിട്ട് വെള്ളം അതിനകത്ത് വീഴാത്ത രീതിയിൽ വെക്കുക. പിന്നെ ഒരു ചെറിയൊരു കോട്ടൺ തുണി എപ്പോഴും, ഒരു നമ്മൾ തുടച്ചാൽ പൊടിയൊന്നും പറ്റാത്ത രീതിയിലുള്ള തുണി ഉണ്ടല്ലോ, പെട്ടെന്ന് വെള്ളം വലിയുന്ന രീതിയിൽ, അങ്ങനത്തെ ഒരു തുണി എപ്പോഴും നമ്മൾ വണ്ടി കഴുകാൻ ഉപയോഗിക്കുന്ന തുണിയാണെങ്കിലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മളെപ്പോഴും സൂക്ഷിച്ച് നമ്മുടെ കയ്യിൽ വെച്ചേക്കുക. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പം വെള്ളമുണ്ട്, നമുക്കൊന്ന് കയറിയിരിക്കാം, മഴ തോന്നും നമ്മൾ പോകാനായിട്ട്, അപ്പം വേണമെങ്കിൽ സീറ്റ് ഒന്ന് തുടയ്ക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആ മിററോ ഒക്കെ ഒന്ന് തുടച്ച് നമ്മൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊരു തുണി ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് ഒരെണ്ണം എടുത്ത് വെക്കുക. ഈ കോട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രണ്ടിൽ ഇരിക്കുന്ന, വണ്ടി ഓടിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ പാൻറ്റും ഇതും അല്ലാത്ത രീതിയിലുള്ള കോട്ട് ധരിക്കുക. അത് നമ്മുടെ കംഫർട്ടബിളാണ്, ഏത് ധരിക്കണം കേട്ടോ. പക്ഷെ പുറകിലിരിക്കുന്നവർ ഉറപ്പായിട്ടും പാൻറ്റും അല്ലാത്ത സെപ്പറേറ്റ് ആയിട്ട് പാൻറ്റും ഈ ഷർട്ടും പോലുള്ള അങ്ങനത്തെ കോട്ട് ധരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എന്നുവെച്ചാൽ കയറി ഡബിളായിട്ട് അങ്ങനെ അപ്പുറം ഇപ്പുറം കാലിട്ടിരിക്കുന്നവർക്ക് ഏറ്റവും സുഖം അതായിരിക്കും. സൈഡിൽ ഇരിക്കുന്നവർക്ക് ഇപ്പോൾ അല്ലാതെ ഒരു ഉടുപ്പ് പോലത്തെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കോട്ടാണെങ്കിലും നമ്മൾ ക്യാപ്പൊക്കെ ഇട്ടിട്ട് ഹെൽമെറ്റ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ വെള്ളമെല്ലാം വീണിട്ട് നമ്മുടെ കണ്ണിലും ചെവിയിലൊക്കെ വെള്ളം ഇറങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്നറിയാം, നമ്മുടെ ഡിക്കി നല്ല ഇതാക്കി വെക്കുക, എന്ന് വെച്ചാൽ ക്ലീനാക്കി വെക്കുക എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് കുറേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണും. എൻ്റെ ഡിക്കിയിലുണ്ട് കുറച്ച് സഞ്ചിയും കാര്യങ്ങളൊക്കെ. അത് സഞ്ചിയും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ ഒന്ന് ഒതുക്കി, അത്യാവശ്യം സഞ്ചിയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒരുപാട് കയറ്റി വെക്കാതെ എടുത്ത് ഒതുക്കി വെക്കുക. നമുക്ക് എന്താണെന്നറിയാമോ, ഈ ഹെൽമെറ്റ് ഉറപ്പായിട്ട് നമ്മൾ ധരിക്കുന്നതാണ്. അപ്പം ഈ മഴ സമയത്ത് നമുക്കിപ്പോൾ ഫോണും നമ്മുടെ ബാഗും അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പം തോളത്തിടാൻ പറ്റിയെന്ന് വരില്ല. കോട്ടിട്ടെങ്കിൽ തന്നെ ചിലപ്പം ചിലർക്ക് ഈ ബാഗൊക്കെ ഇട്ടിട്ട് ഓടിക്കാൻ ബുദ്ധിമുട്ട് കാണും. ഇനി ബാഗ് ഇട്ടിട്ട് ഓടിച്ചാൽ തന്നെയും നമുക്ക് വേറെയും മഴ നനയാൻ പറ്റാത്ത എന്തെങ്കിലും സാധനം മേടിച്ചു ഇപ്പോൾ എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു കവർ എന്നുവെച്ചാൽ ഈ മഴ പെയ്യുമ്പം നനയുമ്പോൾ ഉള്ളിലുള്ള സാധനം കൊണ്ട് നനയുന്ന രീതിയിലുള്ള സഞ്ചി ആയിരിക്കരുത്. അല്ലാതെ പ്ലാസ്റ്റിക് പോലത്തെ സഞ്ചികൾ സിബുള്ളതോ അങ്ങനെ ഉള്ളിലേക്ക് വെള്ളം കയറാത്ത രീതി, അതിനകത്ത് എന്തെങ്കിലും ഇട്ട് വെച്ചാൽ ഉള്ളിലേക്ക് വെള്ളം കയറാത്ത രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്കവിടെ ഫ്രണ്ടിൽ തൂക്കിയൊക്കെ ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സാധനം നമ്മൾ കവറിനകത്താക്കിയിട്ട് അതിനകത്ത് വെക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ ഡിക്കിയൊക്കെ എപ്പോഴും ഒന്ന്
അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വെള്ളക്കെട്ടുകളും ചെളികളും ചെളിയിൽ കൂടെയുള്ള റോഡിലൂടെയോ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതോ അല്ലെങ്കിൽ കട്ടറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അവിടെയൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. വെള്ളക്കെട്ടുകൾ ഈ റോഡിൽ കണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിലെ ഇറക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഓടിച്ചു കൊണ്ടുവന്ന് അതിനകത്ത് ഇറക്കരുത്. കാരണം ആ കുഴിക്ക് എത്രത്തോളം ആഴം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല, അതിൽ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ വണ്ടിയൊക്കെ ആയിട്ടും എല്ലാവരും മറിഞ്ഞു വീഴാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പോവുക കേട്ടോ. ഈ വെള്ളക്കെട്ടിലേക്കൊന്നും അധികം ചെളിയിലൊന്നും അധികം നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്ന് വണ്ടി ഇറക്കാതിരിക്കുക. ഇനിയിപ്പോൾ അധികം വെള്ളമാണെന്നുണ്ടെങ്കിൽ വെള്ളമില്ലാത്ത സ്ഥലത്തോടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സൈലൻസറയിലൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഓഫായി പോയാൽ അറിയില്ല. അല്ലെങ്കിൽ ഓഫായി ഇരിക്കുന്ന വണ്ടിയാണെങ്കിൽ നമ്മൾ പിന്നീട് ഇതിനകത്ത് വെള്ളം കയറിയിരിക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ചെന്നിട്ടൊക്കെയാണ് ഇങ്ങനെ പറ്റുന്നതെങ്കിൽ നമുക്കിപ്പം ഹെൽപ്പ് ചെയ്യാൻ ഇപ്പോൾ ഒരാളെ വിളിക്കാൻ അന്നേരം പറ്റുന്നില്ലാത്ത അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ബുദ്ധിമുട്ടി പോകും. അപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ റോഡിലൂടെ പോകുമ്പം റോഡ് അധികം ചേർന്ന് ഇങ്ങനെ വണ്ടി കൊണ്ടുവന്ന് നിർത്തിയേ ചെയ്യരുത്. ഈ ടാറിങ് ആണെങ്കിൽ പോലും നമ്മൾ ടാറിങ്ങിൽ നിന്ന് കുറച്ചിങ്ങനെ മാറ്റി, ഇതിപ്പം ടാറിങ് ആണെങ്കിൽ ടാറിങ് ഇവിടെ ഇച്ചിരി കിടന്നോട്ടെ, ഇതിങ്ങോട്ട് മാറ്റി ഇവിടെ വണ്ടി നിർത്തണം. എങ്കിൽ മാത്രമാണ് ഇതിൻ്റെ സ്റ്റാൻഡ് ഈ ടാർ ഇരിക്കുന്ന നമ്മൾ ഇച്ചിരി ഒഴിച്ചിട്ട ഭാഗത്തേക്ക് നമുക്ക് സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ട് വണ്ടി ചരിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ടാറിങ്ങെ വണ്ടി നിർത്തി ഈ സ്റ്റാൻഡ് വെക്കുന്നത് ഈ ടാറിങ്ങിന് താഴേക്ക് ആണെങ്കിലും വണ്ടി മറിഞ്ഞു വീഴും. മാത്രമല്ല ഈ മണ്ണിലൊക്കെയാണ് നമ്മളിപ്പോൾ അല്ലാത്ത ടാറിങ് അല്ലാത്ത സ്ഥലത്താണ് കൊണ്ടുവന്ന് സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടി വെക്കുന്നതെങ്കിൽ അവിടെ ഇങ്ങനെ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഴിഞ്ഞു പോകും. നമ്മളത് ശ്രദ്ധിക്കണം. വണ്ടി വെച്ച പാടെ സ്റ്റാൻഡ് വിട്ടേച്ച് ഒറ്റ ഓട്ടം കൊടുക്കരുത് കേട്ടോ. അങ്ങനെ കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും വണ്ടി അവിടെ മറിഞ്ഞു കിടക്കും. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടല്ലേ. നമ്മൾ പിന്നെ പൊക്കിയെടുക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ ആരോഗ്യം ഉണ്ടായെന്ന് വരില്ല. നമ്മൾ പൊക്കിയായിട്ട് പൊങ്ങണമെന്നുമില്ല. അപ്പം അതുമല്ല, ഇപ്പോൾ ആരെങ്കിലും അടുത്തൊക്കെ ഉണ്ട്, അവരും അറിയുന്നുണ്ടാവില്ല. അല്ലെ ആരെങ്കിലും വന്ന് എവിടെയെങ്കിലും നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും വന്ന് ചിലപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറത്തിങ്ങനെ കൈ വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഇതിങ്ങനെ എന്നുവെച്ചാൽ സ്റ്റാൻഡ് നേരെ അല്ലാതെ അന്നേരം അതിങ്ങനെ മറിഞ്ഞു വീഴും, പയ്യെ മറിഞ്ഞു വീഴും. അപ്പോൾ അത് അവരുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ വണ്ടി ഓടിക്കുന്ന സ്പീഡ് അതിന് ലിമിറ്റ് ചെയ്ത് ഓടിച്ചേ പറ്റുള്ളൂ. ഒരുപാട് സ്പീഡിൽ പോകുന്നതല്ല ഏറ്റവും ഉചിതം. നമ്മൾ സ്പീഡ് ലിമിറ്റ് ചെയ്ത് കുറേശ്ശെ സ്പീഡിൽ പോയാൽ മതി. ധൃതി പിടിച്ച് നമ്മൾ എങ്ങോട്ട് പോകാനായിട്ട് നിൽക്കണ്ട. പിന്നെ മഴയത്ത് നമ്മൾ അങ്ങനെ പോകുന്ന സമയത്ത് ലൈൻ കമ്പികളൊക്കെ എവിടെയെങ്കിലും പൊട്ടി വീണ് കിടപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. പിന്നെന്താ, മരങ്ങളോ ചില്ലകളോ ഒക്കെ ഒടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം മുമ്പോട്ട് നോക്കി പോവുക. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് വേറെ എന്തെങ്കിലും കാര്യത്തിലും ഓർത്ത് അങ്ങനെ ചിന്തിച്ച് വണ്ടി ഓടിക്കാൻ നിൽക്കല്ലോ കേട്ടോ. ഇനി മഴയാകുമ്പം ചിലപ്പോൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വാഴയാണില്ല, അതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞിങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് അധികം സ്പീഡ് എടുത്ത് പോയാൽ നമുക്കിതൊന്നും കാണാനേ സാധിക്കില്ല. അല്ലെ പെട്ടെന്ന് വണ്ടി അന്നേരം പിടിച്ചു നിർത്താൻ നോക്കിയാൽ ഈ വെള്ളവും ഈ തെറ്റലൊക്കെ ആണെങ്കിൽ നമ്മുടെ ടയറൊന്നും ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ നിൽക്കണമെന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെന്താ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ എന്തായിരുന്നു, വേറെ ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേയെന്ന് വെച്ചാൽ ഇതൊക്കെ ഏട്ടനോട് ഞാൻ ചോദിച്ചിട്ടാട്ടോ എഴുതി വെച്ചത്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. എനിക്കല്ലാതെ ഈ മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് ശീലമൊന്നുമില്ലല്ലോ. പിന്നെ ഏട്ടൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ, ബാറ്ററി ചെക്ക് ചെയ്യണം. നമ്മുടെ ബാറ്ററി ഓക്കെ ആണോ, വണ്ടിയുടെ ബാറ്ററി ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. ഒത്തിരി പഴയ വണ്ടിയൊക്കെ ആണെങ്കിലേ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെട്രോളിയം ജെല്ലിയൊക്കെ അവിടെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അല്ലെങ്കിൽ അവിടെ ക്ലാവ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് പറ്റില്ലെങ്കിൽ അവിടുത്തെ ചേട്ടന്മാരോട് പറഞ്ഞാൽ മതി, വർക്ക്ഷോപ്പിലെ ചേട്ടന്മാരോട്, അവരോട് എന്ന് പറഞ്ഞാൽ അവരത് റെഡിയാക്കി തരും. അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടുന്ന ചെരുപ്പ് അത് നിർബന്ധമായിട്ട് നമ്മൾ ചെരുപ്പോ ഇതൊക്കെ എന്തിനാ പറയുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത് മസ്റ്റാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മഴ നനഞ്ഞു കഴിഞ്ഞിട്ട് തെന്നുന്ന പോലത്തെ ചെരുപ്പൊക്കെ ഇട്ടാലുണ്ടല്ലോ, നമ്മൾ ഈ കാല് കുത്തി, അപ്പോൾ അധികം ഹൈറ്റ് ഇല്ലാത്തവർക്കായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് അത് വരിക. ഇങ്ങനെ കാല് കുത്തി നിൽക്കുന്നത്, നമ്മൾ ചെരുപ്പും ഇതും എല്ലാം കൂടെ വെച്ചിട്ടല്ലേ നമ്മൾ കാല് കുത്തി നിൽക്കുന്നത്. അന്നേരം ഭയങ്കര ബുദ്ധിമുട്ടായി പോകും, തെറ്റി പോകും. അപ്പം വണ്ടി സ്ലിപ്പായി മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യൂലേ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഓക്കെ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ചെരുപ്പ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളിപ്പം അത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് എന്താ, ഭയങ്കര ഈ തെന്നുന്ന ടൈപ്പ് ആദ്യം കേട്ടോ. പിന്നെ അതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓക്കെ ആയി, വണ്ടിയൊക്കെ ഓക്കെ ആയി കഴിഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ തെന്നൽ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക, മിനുസമുള്ള ടൈപ്പ് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ
നമ്മൾ പോലും അറിയാതെ നമ്മൾ സീറ്റിൽ നിന്ന് ഇങ്ങനെ നിരങ്ങി ഇങ്ങനെ വരുന്ന ഫീലൊക്കെ തോന്നും. ഹൈറ്റ് ഇല്ലാത്തവർക്ക്. അല്ലാത്തവർക്ക് അങ്ങോട്ട് കയറിയിരിക്കാം, കാല് സുഖമായിട്ട് നിലത്ത് ചവിട്ടാം. അപ്പോൾ അവർ ഒട്ടും വീഴുമൊന്നുമില്ല, അവർക്ക് പേടിയൊന്നുമില്ല. പക്ഷേ അല്ലാത്തവർ എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും കാലെത്തിച്ച് മുമ്പോട്ട് വന്നിട്ട് ഇങ്ങനെ ചവിട്ടുന്നതല്ലേ. അപ്പോൾ അവർക്ക് അന്നേരം ഒന്നും കൂടെ ഇരിക്കാനൊക്കെ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഈ വണ്ടി തിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ തെന്നി പോയിട്ടൊക്കെ അതൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെന്തായിരുന്നു ഏട്ടൻ പറഞ്ഞേ? പിന്നെ വണ്ടി നിർത്തുന്ന സമയത്ത് സ്റ്റാൻഡൊക്കെ ഓക്കെ ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ മഴയത്തൊക്കെ എവിടെയെങ്കിലും വണ്ടി ഇപ്പോൾ ഒരുപാട് നേരം നിർത്തിയിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ ഒരുപാട് നേരം ഇപ്പോൾ അവിടെ നിർത്തിയിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കവർ, നമ്മൾ ഒന്നെങ്കിൽ വണ്ടിയുടെ കവർ എടുത്തിടുക, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു കവർ ആ മീറ്ററിൻ്റെ ഭാഗത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം നമ്മുടെ ഈ കേബിളിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം വന്ന് വീഴും. എന്നിട്ട് അത് പിന്നെ തുരുമ്പിക്കാനും പിന്നെ നമുക്കത് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വീഴാതിരിക്കാനായിട്ട് ആ കേബിളിൻ്റെ അവിടെ ആ ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ഒരു കവർ എടുത്തിടാനായിട്ട് ശ്രദ്ധിക്കുക. ഫുള്ളായിട്ട് ഇടേണ്ട, സീറ്റൊക്കെ നനഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഫ്രണ്ട് വശത്ത് നമ്മൾ ആ മിററിൻ്റെ അവിടെ മീറ്ററും എല്ലാം കൂടെ നനയാതിരിക്കാനായിട്ട് ഒരു കവർ എടുത്തിടുന്നത് നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അത് എവിടെയെങ്കിലും വെച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പോവുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും സാധനം മേടിച്ചിറങ്ങിയെന്ന് അങ്ങനെ ഇടണ്ട, അല്ലാതെ കേട്ടോ, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ അടിക്കാൻ പോകുന്ന സമയത്ത് ഇപ്പം എല്ലാവർക്കും ഇപ്പോൾ ഉള്ള വണ്ടികൾക്കെല്ലാം പെട്രോൾ അടിക്കുന്നത് പുറകിലാണ്, നമ്മൾ അകത്തല്ലല്ലോ. അപ്പോൾ നമ്മൾ എഴുന്നേക്ക് പോലും വേണ്ട, അവിടെ വണ്ടി നിർത്തിയിട്ട് നമ്മൾ അതിനകത്ത് നിന്നാൽ മതി. ആദ്യമായിരുന്നെങ്കിൽ നമ്മൾ ഇറങ്ങിക്കൊടുത്ത് നമ്മൾ ഡിക്കിയൊക്കെ തുറന്നിട്ട് അവിടെ ആയിരുന്നു, അല്ലെ ബൈക്കിനാണെങ്കിലും ഫ്രണ്ടിലാണല്ലേ. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീണിട്ട് വെള്ളം കയറിയിട്ട് ഇത് രണ്ടും കൂടെ മിക്സായിട്ട് പിന്നെ വണ്ടിക്ക് ഓഫായി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വെള്ളവും പെട്രോളും കൂടെ ഒക്കെ മിക്സായി പിന്നെ ബുദ്ധിമുട്ടായി പോകും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ അവരടച്ചിട്ടുണ്ടെങ്കിലും അത് അടഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മുടെ വണ്ടിയാണ്, നമ്മളാണ് പോവേണ്ടത്. ഇപ്പോൾ അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് അവരടയ്ക്കാത്തതുകൊണ്ടാണെന്നൊന്നും നമ്മൾ അവരെ പറയാനേ നിൽക്കണ്ട. അത് അവർ അടച്ചു തരുന്നത് നമ്മളൊരു ജോലി, അത് അവരുടെ ഇതുകൊണ്ട് അവരത് അടച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. അത് ക്ലിയർ ആണോ അല്ലയോ എന്ന് നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഏട്ടൻ പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര പെരുമഴയാണ്, ഇപ്പം നല്ല മഴയാണ്, നമുക്ക് ഭയങ്കര പെരുമഴയായിരിക്കുന്ന സമയത്ത്. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ ആ സമയത്തും വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അത് പോവാതിരിക്കുക കേട്ടോ, പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പോകുമ്പോൾ ഒന്നാമത് നമ്മൾ എങ്ങനെയോ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരാണ്. അന്നേരം അതിൻ്റെ കൂടെ ഈ പെരുമഴയത്ത് വണ്ടിയും കൂടെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കാണാനും വണ്ടി ഓടിക്കാനും മഴ ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ ചില്ലിൻ്റെ പുറത്താണ് വീഴുന്നതെങ്കിലും നമുക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമ്മൾ ഒരു മഴയൊന്ന് തോന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുമായിരുന്നു, ഏട്ടൻ എനിക്ക് പറഞ്ഞു തന്നാ കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനങ്ങ് എഴുതി വെച്ചാൽ കേട്ടോ. ഇതുപോലെ 1-2 പേജ് ഉണ്ടായിരുന്നു, അതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പം ഒരുവിധം കാര്യങ്ങൾ ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുന്നു. ഇത് എനിക്കും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഞാൻ മാത്രമല്ല നിങ്ങൾക്കും കൂടെ അറിഞ്ഞോട്ടെ എന്ന് ഓർത്താണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാം. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കമൻറ്റ്, ഞാനിപ്പോൾ ഇതിനകത്ത് പറയാത്തതായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ ചില കമൻറ്റുകൾക്ക് വീഡിയോയും ചെയ്യാറുണ്ട്, കുറേ കമൻറ്റുകൾ എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ അങ്ങനത്തെ കമൻസിൻ്റെ അതൊക്കെ അങ്ങനത്തെ ഒരു വീഡിയോ വരുമ്പോൾ അത് കണ്ടു നോക്കട്ടെ. അപ്പം നിങ്ങളുടെ കമൻറ്റിനുള്ള മറുപടി ചിലപ്പോൾ അതിനകത്ത് കാണും. അന്നേരം ഞാൻ ഇതിനകത്ത് കമൻറ്റിന് ചിലപ്പം ഇവിടെ റിപ്ലൈ അന്നേരം തന്നിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ കുറേ താമസം വന്നിട്ട് എനിക്ക് റിപ്ലൈ കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടാവും, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ കമൻറ്റിന് എല്ലാത്തിനും മറുപടി തരാറുണ്ട്. ഇനി എവിടെയെങ്കിലും വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ താമസം വരുന്നത് നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും തിരക്കും കാര്യങ്ങളൊക്കെ കാണൂലേ, അതുകൊണ്ടാട്ടോ താമസം വരുന്നത്. പിന്നെ വേറൊന്നുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. മഴയൊക്കെയാണ്, ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക. മഴയത്ത് നമുക്ക് ഓടിക്കുന്ന സമയത്ത് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. മഴയത്ത് ഫോണൊക്കെ വെച്ചുകൊണ്ടിരുന്ന് 2 തുള്ളി വെള്ളം വീഴുമ്പോൾ തന്നെ നമ്മുടെ ഫോണൊക്കെ ഔട്ടായി പോകും. അതുകൊണ്ട് തന്നെ മഴയത്ത് അധികം വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇനിയും ചെയ്യുന്നതാണ്, പറ്റുന്ന പോലെ കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെന്താ, വേറൊന്നുമില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അപ്പം നമുക്കിനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ, സീ യു.